ഒരിക്കലും ഒരു സയന്റിസ്റ്റ് ശാസ്ത്രീയ സംഗീതം പഠിക്കാനായിട്ട് ഒരു ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു. ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, എനിക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് അധികം സമയം കുറവാണ്. അതുകൊണ്ട് വളരെ വേഗം എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ശാസ്ത്രീയ സംഗീതം അങ്ങനെ 1-2 ദിവസം കൊണ്ട് ഒരാഴ്ചയിൽ പഠിക്കാൻ സംഗതിയല്ല. അത് നിരവധി തവണ ഉരുവിട്ടാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റൂ എന്ന്. അപ്പോ സയന്റിസ്റ്റ് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ ഒരു വളരെ ബുദ്ധിയുള്ള ഒരു പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞനാണ്. എനിക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും, എളുപ്പം പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നാലേ ഇരിക്കൂ, ഞാൻ ഒരു കാപ്പി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഗുരു അകത്തേക്ക് പോയിട്ട് ഒരു ഫ്ലാസ്ക് നിറയെ കാപ്പിയുമായിട്ട് വന്നു. കയ്യിൽ മറ്റൊരു കപ്പും. ആ കപ്പ് കൊണ്ടുവന്ന് സയന്റിസ്റ്റിന് മുമ്പിൽ വെച്ചിട്ട് ആ കപ്പിലേക്ക് അദ്ദേഹം കാപ്പി പകർന്നൊഴിച്ചുകൊണ്ടേയിരുന്നു. അത് നിറഞ്ഞിട്ട് വീണ്ടും ഒഴിക്കുന്നത് കണ്ടപ്പോൾ സയന്റിസ്റ്റ് പറഞ്ഞു, കപ്പ് നിറഞ്ഞതല്ലേ, നിറഞ്ഞ കപ്പിലേക്ക് വീണ്ടും കാപ്പി ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ ഗുരുവേ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സുഹൃത്തെ, നിറഞ്ഞ കപ്പും താങ്കളുടെ മനസ്സും ഒരുപോലെയാണ്. നിറഞ്ഞ കപ്പിലേക്ക് ഞാൻ ഒന്ന് ചായ എത്ര ഒഴിച്ചിട്ടും കാര്യമില്ല, കാപ്പി എത്ര ഒഴിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്ന പോലെ നിറഞ്ഞ മനസ്സ്, എനിക്കെല്ലാം അറിയാവുന്ന ഭാവത്തോടെ താങ്കൾ വന്നിരിക്കുകയാണ്. താങ്കളുടെ മനസ്സിലേക്ക് ഇനിയൊന്നും പകർത്താൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവം നമുക്ക് ഒരിക്കലും പാടില്ല. ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് വേണം പഠിക്കാനായിട്ട്. സോക്രട്ടീസ് പറഞ്ഞു, ഇത്രയും പ്രശസ്തനായിട്ട് പണ്ഡിതനായ സോക്രട്ടീസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓൾ ഐ നോ ഈസ് ദാറ്റ് ഐ നോ നത്തിങ്.